ഇപ്പോൾ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ മാധ്യമങ്ങളോട് സംസാരിച്ചു. അപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് വളരെ വിശദമായി ക്യാബിനറ്റിൻ്റെ തീരുമാനങ്ങൾ പറഞ്ഞു. നമ്മൾ കേരളത്തിൽ എല്ലാ മേഖലയിലും കുറേയേറെ പുതിയ പദ്ധതികളും നൽകുന്ന ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പല ആനുകൂല്യങ്ങളും വർധനയും പറഞ്ഞിട്ടുണ്ട്. അത് വിശദമായിട്ട് ഞാൻ ആവർത്തിക്കേണ്ട കാര്യമില്ല. പുതുതായിട്ട് പറഞ്ഞൊരു കാര്യം വീട്ടമ്മമാരുടെ ഒരു പെൻഷനാണ്. സ്ത്രീ സുരക്ഷ എന്ന പേരിൽ പറഞ്ഞിട്ട് വീട്ടമ്മമാരുടെ പെൻഷനാണ്. അത് നേരത്തെ തന്നെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് ഇപ്പോൾ അത് നടപ്പിലാക്കാൻ തീരുമാനിച്ചു. 1000 രൂപ വെച്ച് എന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. അല്ല, തുക പറഞ്ഞിരുന്നില്ല. അപ്പം നോക്കിയാൽ മതി. പിന്നെ തുക പറഞ്ഞിരുന്നില്ല. അങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കുമെന്ന് പറഞ്ഞിരുന്നു. ക്ഷേമ പെൻഷന്റെ നിങ്ങൾക്ക് അറിയാം. ധനമന്ത്രി മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. വിജയൻ വായന്തോട് ചേരുന്നുണ്ട്. വിജയൻ, സാമ്പത്തിക പ്രതിസന്ധി നിൽക്കുമ്പോഴാണ് ഈ പ്രഖ്യാപനങ്ങളെല്ലാം നടത്തിയിരിക്കുന്നത്. എങ്ങനെ നടത്തുമെന്നാണ് ധനമന്ത്രി പറയുന്നത്? തന്നെ എന്തായാലും ജനക്ഷേമ പദ്ധതികൾ, അത് വമ്പൻ പദ്ധതികൾ തന്നെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി ഇത് പ്രഖ്യാപിക്കുമ്പോൾ പറഞ്ഞത് കഴിഞ്ഞ 10 വർഷമായി സർക്കാർ പ്രകടന പത്രികയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഓരോന്നോരോന്നായി നടപ്പിലാക്കി വരികയാണ്. അതിൻ്റെ ഏറ്റവും അവസാനം എന്നുള്ള നിലയിലാണ് ഈ പ്രഖ്യാപനങ്ങൾ. ധനമന്ത്രി നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്ത്രീകൾക്കായുള്ള പ്രതിമാസ ചിലവാണ്, പെൻഷനാണ്. അത് നൽകുന്നത് 1000 രൂപ വീതമാണ്. 35 മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് ആണ് ഈ തുക ലഭിക്കുക. അതായത് വരുമാനത്തിൽ കുറവുള്ള ആളുകൾക്ക് ആയിരിക്കും, കാർഡുകൾക്കായിരിക്കും ഈ തുക ലഭ്യമാവുക എന്നുള്ളതാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ പ്രകടന പത്രികയിൽ പറഞ്ഞ മറ്റൊരു കാര്യമാണ് യുവതലമുറയ്ക്ക് കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ്. അതും 1000 രൂപയായി നൽകും. ഒപ്പം തന്നെ നേരത്തെ തന്നെ വാർത്ത വന്നാണ്, നമ്മൾ ഉൾപ്പെടെ നൽകുകയും ചെയ്തതാണ്. ക്ഷേമ പെൻഷനുകൾ 400 രൂപ വർദ്ധിപ്പിച്ചാണ് 2000 രൂപയിലേക്ക് എത്തിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഒപ്പം ആശാ വർക്കർമാർ ഇപ്പോഴും സമരം തുടരുകയാണ്. വീണ്ടും അവർ സമരം തുടരും എന്ന് തന്നെയാണ് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ ആശാ വർക്കർമാരുടെ ഓണറേറിയം അത് 1000 രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വർഷത്തെ കുടിശ്ശിക പൂർണ്ണമായും കൊടുത്തു തീർക്കും എന്നുള്ളതാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. അംഗൻവാടി വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിക്കും. സർക്കാർ ഉദ്യോഗസ്ഥരുടെ DA ആണ്, അത് 4%, ഒരു ഗഡു 4% നൽകും. ഈ വർഷം തന്നെ, ഈ സാമ്പത്തിക വർഷം തന്നെ നൽകും, നവംബറിൽ തന്നെ നൽകും എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം പാചക തൊഴിലാളികളുടെ പ്രതിദിന കൂലി 50 രൂപ വർദ്ധിപ്പിക്കും. ഗസ്റ്റ് ലെക്ചർമാർക്ക് പ്രതിമാസ വേതനം 2000 രൂപ വർദ്ധിപ്പിക്കും. റബ്ബറിന്റെ താങ്ങുവില 180 നിന്ന് 200 രൂപയായി ഉയർത്തും. നെല്ലിന്റെ സംഭരണ വില 30 രൂപയാക്കും. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി കുടിശ്ശിക, അത് ഏകദേശം 8 മാസത്തെ കുടിശ്ശികയാണ് നിലവിലുള്ളത്. ഇത് കൊടുത്തു തരത്തിൽ വമ്പൻ പ്രഖ്യാപനങ്ങളാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്.